ഹലോ, എല്ലാവർക്കും സുഖമല്ലേടാ? എന്നാ വാ നമുക്ക് കട വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പം നിങ്ങൾ വിചാരിക്കും തന്നെ ഇതെന്തൊക്കെയോ മേടിക്കാനാണ്. ഇതൊന്നുമല്ല, കുറച്ച് പേപ്പർ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഇപ്പം നമുക്ക് പോസ്റ്റിങ് തുടങ്ങി, അതുകൊണ്ട് ഇനി അങ്ങോട്ട് എഴുത്തിൻ്റെ ബഹളമായിരിക്കും. അപ്പം ഞാൻ ഇറങ്ങാൻ നേരം കുറേ മിഠായിരുന്നു എന്നെ ആകർഷിക്കുന്നത്. അവസാനം ഞാൻ ഒരു മഞ്ചു എടുത്തുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയില്ല. പിന്നെ അവിടെ ഇരിക്കുന്ന പലതും ഞാൻ മേടിക്കേണ്ടി വരും. വീട്ടിൽ വന്നിട്ട് എഴുതാനുള്ളതിന് പകരം എടാ ഈ ഇരിക്കുന്നത് തന്നെ 8-9 മണിക്ക് എങ്ങാണ്ട. എന്നിട്ട് എഴുതുന്നതിന് പകരം അവിടെ ഇരുന്ന് താണ്ട് ഈ മഞ്ച് മൊത്തത്തിൽ ഇരുന്ന് തിന്ന് നിർത്തും. ഈ മഞ്ച് എത്ര പേർക്ക് ഇഷ്ടം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതൊക്കെ മിഠായി വന്നാലും മഞ്ചിന് എന്തോ ഒരു രുചിയുണ്ട്. അത് ഇതിനാണെങ്കിൽ 20 രൂപയേ ഉള്ളൂ, നല്ല വലിയ സൈസും ഉണ്ട്. എന്നിട്ട് എന്താ അതൊക്കെ തിന്നിട്ട് കിടന്ന് ഉറങ്ങി, ഒന്നും എഴുതിയില്ല, നാളെ വെക്കാനുള്ളതായിരുന്നു. എന്നിട്ട് 2-3 മണിക്ക് എങ്ങാണ്ട് എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താന്ന് പാവ അതിൻ്റെ മുഖത്ത് നോക്കുക, അവൾക്ക് പോലും ഒരു ഐഡിയ ഇല്ല. വീട്ടിലിപ്പോൾ പിന്നെ അമ്മയും കൂടി ഇല്ലാത്തതുകൊണ്ട് ശുഭം. മൊത്തത്തിൽ വളരെയധികം രസമായിട്ട് ഞാൻ ഈ ഒരു ചെമ്പരത്തിപ്പൂവും കൂടെ വെച്ച് നല്ല രസമുണ്ടെന്നൊക്കെ തോന്നുന്നത്. എന്ത് ചെയ്യാനാ, രാവിലെ കണ്ണു ഓർക്കുമ്പോഴേ എന്തെങ്കിലും അവധിയൊക്കെ ആവണി എന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. പക്ഷെ എന്തൊക്കെ വിചാരിച്ചാലും ഒരു കാര്യമില്ലടാ, നമ്മൾ രാവിലെ പോയേ പറ്റൂ. യൂണിഫോം ഇട്ട് തണ്ടിരുന്ന് എഴുതുന്ന കണ്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിത് സബ്മിറ്റ് ചെയ്തെന്ന്. നോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ല. അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ രാവിലെ ഒരുങ്ങിക്കെട്ടി ഇന്നത്തെ ഓട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇന്നിനി എന്തൊക്കെ നടക്കുമോ എന്തോ.